പീരിമേട്ടിൽ ആൾതാമസമില്ലാതെ സർക്കാർ ക്വാർട്ടേഴ്സുകൾ നശിക്കുന്നു. പീരിമേട് ട്രഷറിയുടെ ക്വാർട്ടേഴ്സുകളാണ് ആൾതാമസമില്ലാതെ നശിക്കുന്നത്. 10 ക്വാർട്ടേഴ്സുകളാണ് പീരിമേട്ടിലെ ട്രഷറിക്ക് വേണ്ടി പണിതത്. നിലവിൽ ഉപയോഗിക്കാതെ ഈ ക്വാർട്ടേഴ്സുകളുടെ ജനാലകളും കതകുകളും മറ്റും ഫർണിച്ചറുകളും നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള ജീവനക്കാരാണ് താലൂക്ക് ആസ്ഥാനമായ പീരിമേട്ടിൽ എത്തുന്നത്. ഇവർ താമസ സൗകര്യമില്ലാതെ വലിയുമ്പോഴാണ് 10 സർക്കാർ ക്വാർട്ടേഴ്സുകൾ വെറുതെ കിടന്ന് നശിക്കുന്നത്. സ്ത്രീ ജീവനക്കാർക്ക് പീരിമേട്ടിൽ വനിതാ ഹോസ്റ്റലുകൾ ലഭ്യമാണ്. എന്നാൽ കുടുംബമായി എത്തുന്നവർക്ക് പുരുഷ ജീവനക്കാർക്കുമാണ് താമസ സൗകര്യമില്ലാതെ വലിയുന്നത്. പലരും അതാത് ഓഫീസുകളിൽ തന്നെ അന്തി ഉറങ്ങുകയാണ്. 2 വർഷം മുമ്പ് പുതിയ സബ് ട്രഷറിയുടെ ഉദ്ഘാടനം ധനമന്ത്രി ബാലഗോപാൽ നടത്തിയ വേളയിൽ സർക്കാർ ക്വാർട്ടേഴ്സുകൾ നശിച്ചു പോകുന്നത് മാധ്യമങ്ങളടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. മുൻപ് ട്രഷറി ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പിലെ ജീവനക്കാർക്ക് നൽകിയിരുന്നു. എന്നാൽ ചില ഉദ്യോഗസ്ഥരുടെ സ്ഥാപിത താൽപര്യം മൂലം ട്രഷറി ജീവനക്കാർക്ക് മാത്രം ക്വാർട്ടേഴ്സ് നൽകിയാൽ മതി എന്ന പരിഷ്കാരം നടത്തി. തന്മൂലം കെട്ടിടങ്ങൾ മുഴുവൻ നാശത്തിന്റെ പാതയിലുമാണ്. പീരിമേട്ടിൽ അനവധി സർക്കാർ ക്വാർട്ടേഴ്സുകൾ ഉപയോഗിക്കാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ആ കെട്ടിടങ്ങളെല്ലാം നന്നാക്കി എടുത്താൽ അനവധി ജീവനക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ താമസിക്കാവുന്നതാണ്. സെൽ ടാക്സ്, എക്സൈസ്, അതുപോലെ അനവധി ക്വാർട്ടേഴ്സുകളാണ് കാലഹരണപ്പെട്ട് നശിച്ചും പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ഈ ക്വാർട്ടേഴ്സ് നന്നാക്കിയാൽ ജീവനക്കാർക്ക് ഇവിടെ നല്ല രീതിയിൽ താമസിക്കാവുന്നതാണ്. ഇതോടെ ഈ കെട്ടിടങ്ങൾ ഉപയോഗിക്കാതെ നാശത്തിന്റെ വക്കിൽ എത്തിയിരിക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ, പീരിമേട്.